ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഹോസ്റ്റൽ സ്റ്റോറിയുടെ 2ാം ഭാഗമാണ് കേട്ടോ. അപ്പം എല്ലാവരും കേട്ട് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട ലൈക്സ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് കഥയിലേക്ക് പോയാലോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഹൗസ് ഓണർ പുറത്തേക്ക് പോയി. ഞാനും മനീഷും ഒളിച്ചിരുന്നിടത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണു. ഞാനൊന്ന് ലോങ് ബ്രീത്ത് എടുത്തു. പെട്ടെന്ന് തന്നെ അത് കണ്ടപ്പോൾ അവൻ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. എന്തൊരു പേടിയാണ് എൻ്റെ മാഷേ. ഇങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കാൻ പറ്റുക? മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ജീവിക്കുന്നത്? പെട്ടെന്ന് ഞാൻ അയാളടുത്ത് പറഞ്ഞു, എടാ, നമ്മൾ രണ്ടുപേരെയും ഈ ഹോസ്റ്റൽ റൂമിനുള്ളിൽ കണ്ടു കഴിഞ്ഞാൽ അയാൾ പിന്നെ എല്ലാ കഥകളും ഉണ്ടാക്കും. അതിനേക്കാളും നല്ലതല്ലേ നേരത്തെ പോയി അങ്ങ് ഒളിച്ച് മാറി നിൽക്കുന്നത്? പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നടക്കട്ടെ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞ് ഞാനും അവനും കൂടെ തർക്കിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ വന്ന പണി നടക്കുന്നില്ല ഇതുവരെ, അതിങ്ങനെ പെൻഡിങ് ആണ്. എനിക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ കൊള്ളുന്നുണ്ട്. അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് തരുമോ? പെട്ടെന്ന് ഞാൻ പറഞ്ഞു, വെള്ളം ഇവിടെ വെക്കാറില്ല, എങ്കിലും നിനക്ക് ഞാൻ തിളപ്പിച്ചുകൊണ്ട് വരാം. ഞങ്ങളെല്ലാം അവിടുന്ന് സ്റ്റോറിൽ നിന്ന് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒന്നും വെക്കാറില്ല. പിന്നെ ഞാൻ നോക്കട്ടെ, ഞാൻ അടുക്കളയിൽ പോയി ഉണ്ടാക്കിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് പോയി. അവിടെ ചെന്നതിന് ശേഷം അവന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചു. അങ്ങനെ കരിങ്ങാലിയിട്ടൊരു വെള്ളം അത് തിളപ്പിച്ച് ഒരു ഗ്ലാസ്സിലാക്കി ഞാനത് ഹോളിലേക്ക് കൊണ്ടുവന്നു. അത് കൊണ്ടുവരുന്ന സമയത്ത് അവൻ എന്നെ സൂക്ഷ്മമായി നോക്കുന്നുണ്ടായിരുന്നു. എന്താ നോക്കുന്നേ? ഒന്നുമില്ല, ഇങ്ങനെ പേടിച്ച് തോന്നി നടക്കുന്ന ഒരാളെ ഞാനിങ്ങനെ ആദ്യമായിട്ട് കാണാണ്, അതുകൊണ്ടൊന്ന് നോക്കിപ്പോയതാണ്. അത് പറയുമ്പോൾ ഞാനൊന്ന് ചിരിച്ചു. എടാ, ഒന്ന് പെട്ടെന്നാവട്ടെ, ഇതിങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കേണ്ടി വരും. അവിടെ ഷോപ്പിൽ ഒരുപാട് പണിയുള്ളതാ, അവിടെ ചെന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ. പെട്ടെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ പേടിക്കൊന്നും വേണ്ട, ബാക്കിയുള്ള പണി ചെയ്യാൻ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഈ പണി ആദ്യം കഴിയട്ടെ എന്നവൻ ഒന്ന് കർക്കശമായിട്ട് പറഞ്ഞു. ആദ്യം അവൻ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് അത് ലൈറ്റിൻ്റെ പണിയായിരുന്നു. അത് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, എടാ, ഇപ്പം കഴിയുമോ? ഒരു 10 മിനിറ്റ്, അതിന് ശേഷം ഇത് കഴിയും. എന്നിട്ട് അവൻ മറുപടി പറഞ്ഞു. ശേഷം അവൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. തൻ്റെ വീട്ടിലെ താനും ഹസ്ബൻഡുമായിട്ട് അത്ര ലോഹത്തിലല്ലേ എൻ്റെ അടുത്ത് ടീന ചേച്ചി പറഞ്ഞായിരുന്നു. പെട്ടെന്ന് ഞാനത് കേട്ട സമയത്ത് തന്നെ ഇങ്ങനെ ഒന്നും മിണ്ടാകുന്നു. വീണ്ടും അവൻ ചോദിച്ചു, എന്താ ശരിക്കുള്ള പ്രശ്നം എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ മറുപടി പറഞ്ഞു, എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കുമല്ലോ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. അത് കേട്ട സമയത്ത് അവൻ വീണ്ടും ചോദിച്ചു, ഇതിനൊരു അവസാനമില്ല എൻ്റെ മാഷേ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലൈഫ് ഒരു ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോവില്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യണ്ടേ? നമുക്കെന്തായാലും ഒരു പാർട്ണർ വേണം നമ്മുടെ ലൈഫിൽ. പെട്ടെന്ന് അവൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ പറഞ്ഞു, നോക്കാം, നമ്മുടെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് മറുപടി പറഞ്ഞു. പെട്ടെന്ന് അവൻ എന്നോട് ചോദിച്ചു, എന്നെക്കുറിച്ച് എന്താ അഭിപ്രായം? ആ സമയത്ത് ഞാനൊന്നും മിണ്ടിയില്ല. നിന്റെ റൂട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി, ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു. പറ മാഷേ, എന്താ എന്നെക്കുറിച്ച് അഭിപ്രായം? നല്ല പയ്യനല്ലേ എന്ന് പറയുമ്പം ഞാനിങ്ങനെ മുഖത്തേക്ക് നോക്കി. നല്ല പയ്യനൊക്കെ തന്നെ, എന്താ ഇപ്പം സംശയം എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. എന്നെ കണ്ട മാഷിന് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ ഒരു നല്ല പയ്യനെന്നുള്ള രീതിയിൽ എന്നവൻ ചോദിക്കുന്ന സമയത്ത് ഞാനൊന്നും മിണ്ടിയില്ല. പെട്ടെന്ന് അവൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് വീണ്ടും ചോദിച്ചു, എന്തെങ്കിലും മിണ്ടാതെ നിൽക്കുന്നത്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ ആരോടും അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ അവൻ എന്നോട് തിരിച്ചു പറഞ്ഞു, തന്നെ ഞാൻ പല സമയത്ത് കാണുമ്പോഴും എനിക്കിഷ്ടപ്പെടാറുണ്ട്. പലപ്പോഴും ആ ഒരു യെല്ലോ ചുരിദാർ അത് ഇട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എന്തോ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോഴൊക്കെ ഷോപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു, താനും ടീന ചേച്ചിയൊക്കെ നടന്നു പോകുമ്പം അപ്പം ഞാനിങ്ങനെ അറിയാതെ നോക്കുമായിരുന്നു.
എന്തോ ആ സമയത്ത് നല്ല ഭംഗിയോടെ തന്നെ കാണാൻ, ആ ഒരു ചുരിദാറിട്ടൊന്ന് കാണിക്കാവോ എന്ന് പറയുമ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഒന്ന് പോയേ എൻ്റെ ചെക്ക, എത്ര സമയം എന്നറിയാവോ, അവിടെ ചെന്നിട്ട് വേണം, ഒരുപാട് പണിയും കിടക്കുന്നു, അതെല്ലാം പെൻഡിങ്ങിലിട്ടിട്ടാ നിന്റെ കൂടെ വന്നത്, നീ ഇങ്ങനെ പറയല്ലേ എന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞു. പെട്ടെന്ന് അവൻ വീണ്ടും വീണ്ടും എൻ്റെ അടുത്ത് നിർബന്ധിച്ചു, ഇവിടുത്തെ പണി കഴിയാൻ കുറേ സമയം എടുക്കും, ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുന്നതിനെക്കാട്ടിലും ഒരു സമയം ആ ഒരു മഞ്ഞ ചുരിദാറിട്ട് ഒന്ന് വാ, ഏതായാലും ആ ഹോസ്റ്റലിൽ തന്നെയാണല്ലോ, ജസ്റ്റ് എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പോയെന്ന് പറയുന്ന സമയത്ത് അവൻ പറഞ്ഞു, ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പണി മൊത്തം പെട്ടെന്ന് തീർക്കാം, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് പോവുകയും ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരും എന്നൊക്കെ അവൻ പറയുന്ന സമയത്ത് ഞാനൊരു പുഞ്ചിരിയോടെ അതെല്ലാം കേട്ടു. എന്നിട്ട് ഒരു മനസ്സോടെ ഞാൻ പറഞ്ഞു, ശരി ഞാൻ ഇട്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ മുറിയിലേക്ക് പോയി. എൻ്റെ ഹോസ്റ്റൽ ആ ഒരു റൂമിലേക്കായിരുന്നു ഞാൻ പോയത്. അലമാരയിൽ മടക്കി വെച്ചിരുന്ന മഞ്ഞ ചുരിദാർ എടുത്ത് കട്ടിലേക്ക് ഇട്ടു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടേക്ക് നോക്കി, അവൻ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അവനൊന്ന് പണി ചെയ്യട്ടെ, ഞാൻ ഏതായാലും ഇട്ടിട്ട് വരാം എന്ന് വിചാരിച്ച് മുറി ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തു. ശേഷം ഞാനാണെന്നുണ്ടെങ്കിൽ ചുരിദാർ ഇടാൻ പ്രാപിച്ചു. അങ്ങനെ സാരി മാറ്റി ഞാൻ ചുരിദാറിട്ട് പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് അവനെ കണ്ട സമയത്ത് അവൻ എന്നോട് പറഞ്ഞു, ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ, എന്ത് ഭംഗിയാ തന്നെ കാണാൻ, സാരിയെക്കാട്ടിൽ കൂടുതൽ തനിക്ക് ചുരിദാർ നല്ല ഭംഗിയുണ്ട്, അതും ഈ മഞ്ഞ ചുരിദാർ, അതിന് തനിക്ക് കുറച്ച് ബ്രൈറ്റ്നെസ് കൂടുന്നുണ്ട് എന്നൊക്കെ അവൻ എന്നെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരുന്നു. തൻ്റെ ഒരു യോഗം എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും പണി ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, അതെ ഈ ചുരിദാറിട്ടൊരു ഡാൻസ് കളിച്ചിരുന്നു, പെട്ടെന്ന് ഒന്ന് പോയേക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് പോയി. ഞാൻ അകത്തേക്ക് പോകുന്ന സമയത്ത് അവനും എൻ്റെ കൂടെ അകത്തേക്ക് കയറി വന്നു. പെട്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അവൻ ആ ബെഡിൽ കയറിയിരുന്നിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അതെ ഒരു ഡാൻസ് കളിക്കുമോ, ഈ കാണാനുള്ള കൊതി കൊണ്ടല്ലേ, കുറേ കാലമായില്ലേ ഞാനിങ്ങനെ പിന്നാലെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഒരു ഡാൻസും കാര്യങ്ങളൊന്ന് കാണിച്ചേ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ആ നിമിഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങനെ നിന്നു. കാരണം അവൻ ബെഡ്റൂമിനുള്ളിലേക്ക് കയറി. പെട്ടെന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്നിറങ്ങിപ്പോയേ, ഈ ബെഡ്റൂമിൽ തന്നെ ഇങ്ങനെ നിൽക്കല്ലേ, ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഇനി മെയിൻ്റനൻസിൻ്റെ കാര്യമാണെങ്കിൽ ശരി തന്നെ, ഇത് ബെഡ്റൂമിലുള്ള മെയിൻ്റനൻസ് ഒന്നുമില്ല, പുറത്തല്ലേ മെയിൻ്റനൻസും കാര്യങ്ങളും, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് ചെക്ക, ഒന്ന് ഇറങ്ങിപ്പോയേ എന്നൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് കെഞ്ചി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ നിർബന്ധത്തിൽ അവനത് കേൾക്കുന്നത് പോലും ഉണ്ടായിരുന്നില്ല. വീണ്ടും അവൻ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു, ഒരു ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പം പോയേക്കാം, പണിയും കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോകാം, ഒരു ഡാൻസ് കളിക്ക്, അത് ജസ്റ്റ് ഒരു പാട്ട് ഞാൻ ഫോണിലിട്ട് തരാം, അതിൽ ജസ്റ്റ് ഒരു ഡാൻസ്, ഒരു 5 മിനിറ്റ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, 5 മിനിറ്റൊന്നും എനിക്ക് പറ്റില്ല, വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് ഡാൻസ് കളിക്കാം, എന്നിട്ട് പെട്ടെന്ന് ഇറങ്ങി പോവോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു. അപ്പം അവൻ പറഞ്ഞു, നോക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കട്ടെ എന്നൊന്നും വേണ്ട, അത് കൺഫേം ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡാൻസ് കളിക്കാം, പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡാൻസ് കളിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റത്തില്ല എന്ന് ഞാൻ ഉറച്ച ഒരു മറുപടിയോടെ അവൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. പെട്ടെന്ന് അവൻ വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞു, ഡാൻസ് ആദ്യം കളിക്ക്, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനൊരു ഡാൻസ് പാട്ടിട്ട് തന്നു. അതെന്തോ ഒരു ഇംഗ്ലീഷ് പാട്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ തന്നെ എന്തോ ടൈറ്റാനിക് സിനിമയിലെ ആ ഒരു രംഗമായിരുന്നു എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ ഇതിനകത്ത് എന്ത് ഡാൻസ് കളിക്കാനാ എന്ന് അയാളോട് ചോദിച്ചു. അത് ഇങ്ങനെ പോലെ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലും സ്റ്റെപ്പ് കാണിച്ചാൽ മതി എന്നവൻ എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു. അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് വീണ്ടും ചോദിച്ചു, ഈ ഡാൻസ് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുമോ, വീട്ടിൽ സ്റ്റോറിലോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നോക്കട്ടെ മാഷേ, ഞാൻ പറഞ്ഞില്ലേ അത് ഡാൻസ് കളിക്ക്, ഇത് ഡാൻസ് കഴിഞ്ഞിട്ട് വേറെ ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത് എന്ന് പറഞ്ഞ സമയത്ത് ഒരു കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു, ഞാൻ ആലോചിക്കട്ടെ എന്നൊക്കെ അവൻ എൻ്റെ അടുത്ത് തിരിച്ച് മറുപടി പറഞ്ഞു. ഞാൻ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ അടുത്ത് പറഞ്ഞു, അതെ ഇങ്ങനെ ആയാൽ പറ്റില്ല കേട്ടോ, പോണട്ടോ. അങ്ങനെ അവൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ചെറിയൊരു 2 സ്റ്റെപ്പ് ഇട്ടു.
എന്തോ കയ്യും കാലും ഒന്നനക്കി അങ്ങോട്ടുമെല്ലാം ഒന്ന് ആഞ്ഞ് ആ രീതിയിൽ എന്തോ ഒരു 2 സ്റ്റെപ്പ്. അത് കണ്ട സമയത്ത് തന്നെ അവനൊന്ന് പുഞ്ചിരിച്ച്, കൊള്ളാലോ താനാള്, നല്ല ഭംഗിയുണ്ടല്ലോ, താൻ ഡാൻസ് വല്ലതും പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അതെ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങനെ കണസ പറഞ്ഞുകൊണ്ടിരിക്കാതെ പെട്ടെന്നായട്ടെ എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. എടോ, തനിക്ക് നല്ല രീതിയിൽ ഡാൻസ് വഴങ്ങുന്നുണ്ട്, ഞാൻ ഒന്ന് ഉഷാറാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും എന്നവൻ മറുപടി പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ ശേഷം അവനും എന്നൊപ്പം പുറത്തേക്ക് ഇറങ്ങി. അതെ, ഞാൻ ഈ ചുരിദാർ മാറിയിട്ട് സാരി കൊടുത്തിട്ട് വരാം, അപ്പോൾ താനാണെന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കേ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് പോകണം കേട്ടോ, അവിടെ ഒരു പണിയുള്ളതാണ്, ഇനി വൈകി കഴിഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ വിചാരിക്കും എന്ന് ഞാൻ അവനോട് പറഞ്ഞു. പെട്ടെന്ന് അത് കേട്ട സമയത്ത് വീണ്ടും അവൻ ചിരിച്ചു. എൻ്റെ ദൈവമേ, ഞാനിങ്ങനെ ഒരു പേടിത്തോറിയുടെ കൂടാണല്ലോ വന്നത് എന്ന് പറഞ്ഞതിന് ശേഷം അവൻ വീണ്ടും വന്ന് ബെഡിലേക്ക് ഇരുന്നു. ശേഷം അവൻ്റെ അടുത്ത് എണീക്കാൻ ഞാൻ പറഞ്ഞു. അവൻ എണീറ്റില്ല. എനിക്ക് ഡാൻസ് മാത്രം പോരാ, പിന്നെ എന്തുകൂടെ വേണം നിനക്ക് എന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് അവൻ എന്നെ ഒന്ന് നോക്കി. ശേഷം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് തന്നെ കണ്ട സമയത്ത് തന്നെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ചെറിയൊരാഗ്രഹമല്ല, ഇച്ചിരി വലിയൊരാഗ്രഹമാണ്. പക്ഷേ അതാരും അങ്ങനെ പെട്ടെന്ന് സാധിച്ചു തരുന്നില്ല. പക്ഷേ ഈ ഒരു അവസരത്തിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ എനിക്ക് ആഗ്രഹം സാധിച്ചു തരണം എന്ന് പറയുന്ന സമയത്ത് ഞാൻ അവനോട് ചോദിച്ചു, എടച്ചക്ക, നീ എന്താ ആലോചിക്കുന്നത്? കാര്യം പറഞ്ഞേ, നീ വെറുതെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയൊന്നും വേണ്ട, എനിക്ക് പെട്ടെന്ന് പോകണട്ടോ എന്ന് പറഞ്ഞു. ആ സമയം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ആഗ്രഹം സാധിച്ചു തരാതെ നമ്മൾ രണ്ടുപേരും ഇവിടുന്ന് പോകത്തില്ല. അങ്ങനെ പെട്ടെന്ന് കർക്കശമായിട്ട് അത് പറയുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിന്നു. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ കേട്ട എല്ലാവർക്കും നന്ദി.